Good morning all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഷോർട്ട് ആക്സിയലി ലോഡഡ് കോളത്തിൻ്റെ ഡിസൈനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ഷോർട്ട് ആക്സിയലി ലോഡഡ് കോളത്തിൻ്റെ ഒരു മോഡൽ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലാറ്ററൽ ടൈസ് വെച്ചിട്ടുള്ള പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് ഒരു സ്പൈറൽ റീൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ഷോർട്ട് ആക്സിയലി ലോഡഡ് കോളത്തിൻ്റെ ഡിസൈനാണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകാം. എ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഷോർട്ട് കോളം 400 mm by 400 mm which has to carry an axial load of 1200 kN. Find the area of steel required. യൂസ് M20 കോൺക്രീറ്റ് ആൻഡ് FE 415 സ്റ്റീൽ. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ നേർക്ക് ശ്രദ്ധിക്കാം. പ്രോബ്ലത്തിന് എന്ത് പറഞ്ഞിട്ടുണ്ട്? ദ റീൻഫോഴ്സ്ഡ് കോളം ഈസ് ഷോർട്ട് കോളം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലതിന് നമുക്ക് ലെങ്ത്ത് തരും, അൺസപ്പോർട്ടഡ് ലെങ്ത്ത് തരും. അത് നമ്മൾ എഫക്റ്റീവ് ലെങ്ത്ത് കണ്ടെത്തിയിട്ട് അതിൻ്റെ സ്ലെൻഡർനെസ് റേഷ്യോ <12 ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, അത് ഷോർട്ട് കോളാണോ അല്ലെങ്കിൽ ലോങ് കോളാണോ എന്ന് ചെക്ക് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പ്രോബ്ലം നന്നായിട്ട്, അതൊരു മോഡൽ പ്രോബ്ലമാണ്. ഞാൻ ചെയ്ത ഫസ്റ്റ് പ്രോബ്ലം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലം ഒരു മോഡൽ പ്രോബ്ലമാണ്. ആ മോഡൽ പ്രോബ്ലം കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ആ സ്റ്റെപ്സ് എന്ത് ചെയ്യുക, നിങ്ങളെല്ലാ ഡിസൈനിലും ഫോളോ ചെയ്യണം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഒരു റീൻഫോഴ്സ്മെൻറ്റ് കാണാൻ മാത്രമുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു 400 by 400 mm സൈസുള്ള ഷോർട്ട് കോളാണ്. അതിൽ വരുന്ന ആക്സിയൽ ലോഡ് എന്ന് പറഞ്ഞാൽ 1200 kN. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എത്ര ഏരിയ ഓഫ് സ്റ്റീൽ റീൻഫോഴ്സ്മെൻ്റ് ആണ് ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താ അറിയണം? അൾട്ടിമേറ്റ് ലോഡ് കപ്പാസിറ്റി ഓഫ് കോളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ക്ലോസൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 0.4 FCK × 0.67 FYAC, FCK AC × 0.67 FIAC. നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? AC ആണ്. AC നമുക്കറിയോ? ഇല്ല. പക്ഷെ നമുക്ക് എന്തറിയാം? ഗ്രോസ് ഏരിയ ഓഫ് കോളം സെക്ഷൻ അറിയാം. എത്രയാണ്? ഇറ്റ് ഈസ് 400 × 400, ദാറ്റ് ഈസ് 16,000 mm² വരും. അത്ര mm² ആണ് എന്ത് വരുന്നത്? ഗ്രോസ് ഏരിയ ഓഫ് കോളം വരുന്നത്. ഇനി ഏരിയ ഓഫ് കോൺക്രീറ്റ് എന്താവും? ഏരിയ ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഏരിയ എന്ന് ഏരിയ ഓഫ് കംപ്രഷൻ സ്റ്റീൽ കുറച്ചാൽ മതി. ദാറ്റ് ഈസ് 16,000 മൈനസ് AC mm² എന്ന് വരും. അപ്പോൾ നമുക്ക് AC വാല്യൂ കിട്ടി. ഇനി ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യാം? ജസ്റ്റ് പുട്ട് ദി വാല്യൂ ഓഫ് AC പകരം നമ്മൾ ഈ ഒരു വാല്യൂ എടുക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു അൺനോൺ മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് എന്താണ്? AC എന്ന് പറഞ്ഞിട്ടുള്ള അൺനോൺ മാത്രമേ ഉണ്ടാവുള്ളൂ ഇക്വേഷനിൽ. നമ്മൾ 0.4 FCK എന്താണ്? M20 കോൺക്രീറ്റ് ആയത് × 20. AC എന്ന് പറഞ്ഞാൽ എന്താണ്? 160,000 മൈനസ് AC പ്ലസ് 0.67 FI എന്താണ്? 415 × AC. ഇത് ഒരു അൺനോൺ ആണ്. P എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ലോഡാണ്. നമുക്ക് സർവീസ് ലോഡ് തന്നിട്ടുണ്ട്. എത്രയാണ് സർവീസ് ലോഡ്? എത്ര തന്നിട്ടുള്ളത്? ഇറ്റ് ഈസ് ഗിവൻ ആസ് 1200 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അൾട്ടിമേറ്റ് ലോഡ് എന്തായിരിക്കും? അൾട്ടിമേറ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ 1200 × 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1200 × 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ വാല്യൂ ആണ് എന്താ? നമ്മൾ അൾട്ടിമേറ്റ് ലോഡ് വരുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് അൾട്ടിമേറ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 1.5 × 1200, ദാറ്റ് ഈസ് 1800 kN ആണ്. ന്യൂട്ടണിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1800 × 10⁻³ ന്യൂട്ടൺ വരും. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങളൊന്ന് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്ത് നോക്കുക.
ഇപ്പോൾ എ സിൻ്റെ വാല്യൂ നിങ്ങൾക്ക് 1926 mm² കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് 1926 mm² ഏരിയ ഓഫ് കംപ്രഷൻ സ്റ്റീൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 20 mm ബാർസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 20 mm ബാർസ് നമ്മൾ 16 mm ബാർസ് ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ 20 mm ബാർസിൻ്റെ 4 ബാർസും ബാക്കി 4 ബാർസും 16 mm ബാർസാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ 20 mm ബാർസിൻ്റെ 20 mm 4 ബാർസ് ഉപയോഗിച്ചാൽ മൊത്തം നമ്മൾ 20 mm ബാർസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 314 ആണ്. 5/4 × 20² എന്ന് പറഞ്ഞാൽ 314 mm² ആണ്. ആ 4 ബാർസ് എന്ന് പറഞ്ഞാൽ 4 × 314 പ്ലസ് 4 × 201 ദാറ്റ് ഈസ് 2060 mm² എന്ന് കിട്ടും. ഇനി ഡയമീറ്റർ ലാറ്ററൽ ടൈസ് എത്രയാണെന്ന് നോക്കണം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഇത് മിനിമം ആണോ മാക്സിമത്തിലാണ്, മിനിമം മാക്സിമം എന്ത് ചെയ്യണം, വി ഹാവ് ടു ചെക്ക്. അപ്പോൾ ക്ലോസ് 26.5.3.1 പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ലോഞ്ചിറ്റ്യൂഡൽ റീഇൻഫോഴ്സ്മെൻറ്റ് വിച്ച് ഷാൾ നോട്ട് ബി ലെസ് ദാൻ 0.8%. മിനിമം എന്തായിരിക്കണം, 0.8% ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 6% ഓഫ് ദി ഗ്രോസ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി കോളം. അപ്പോൾ ഗ്രോസ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി കോളത്തിൻ്റെ ഒരു 6% കൂടാനും പാടില്ല, 0.8% എന്ത് ചെയ്യാൻ പാടില്ല, കുറയാനും പാടില്ല. അപ്പോൾ ഒരു കോളത്തിൽ ലോഞ്ചിറ്റ്യൂഡൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ മാക്സിമം വാല്യൂ എന്താണ്, 6% ഓഫ് ദി ഗ്രോസ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി കോളം. മിനിമം പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ 0.8%. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ചെക്ക് ഫോർ മാക്സിമം ആൻഡ് മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ്. നമുക്ക് കിട്ടിയ വാല്യൂ, നമ്മൾ കൊടുത്ത വാല്യൂ മാക്സിമത്തിനും മിനിമത്തിനും സേഫ് ആണോ എന്ന് നമ്മൾ ഓക്കെ ആണോ എന്ന് എന്ത് ചെയ്യണം, വി ഹാവ് ടു ചെക്ക്. അപ്പോൾ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, 0.8%-നേക്കാളും കൂടുതലുണ്ടോ, 6%-നേക്കാളും കുറവുണ്ടോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ചെക്ക്. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എന്താണ്, ഇറ്റ് ഈസ് 2060 mm² ആണ് നമ്മൾ കൊടുത്ത വാല്യൂ. ഈ വാല്യൂ മാക്സിമത്തിനും മിനിമത്തിനും നിങ്ങൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ചെക്ക്. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. 6%-നേക്കാളും കുറവാണോ അല്ലെങ്കിൽ 0.8% ഓഫ് ഗ്രോസ് ക്രോസ് സെക്ഷൻ ഏരിയത്തിനേക്കാളും കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് അത് നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്യുക. നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെന്ന് നിങ്ങൾ എൻഷുർ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് വി ഹാവ് ടു ഫൈൻഡ് ദി ലാറ്ററൽ ടൈസ്. അപ്പോൾ ലാറ്ററൽ ടൈസിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 5 mm അല്ല. ആസ് പെർ ക്ലോസ് ഇറ്റ് ഈസ് 6 mm ആൻഡ് 1/4 ഓഫ് ദി ഡയമീറ്റർ ഓഫ് ലാർജർ സൈസ്ഡ് ബാർ. അപ്പോൾ 6 mm അല്ലെങ്കിൽ 1/4 ഓഫ് 20 ദാറ്റ് ഈസ് 5 mm. ഇതിലേതാണോ കൂടുതൽ, ഇറ്റ് ഈസ് 6 mm ആണ്. അപ്പോൾ വി വിൽ പ്രൊവൈഡ് 5 അല്ലേ 6 mm ഡയമീറ്റർ ബാൾസാണ്. ഡയമീറ്റർ ഓഫ് ബാൾസിനെ കുറിച്ച് പറയുന്ന IS കോഡ് ഞാനത് കാണിച്ചു തരാം. ലാറ്ററൽ ടൈസിനെ കുറിച്ച് പറയുന്ന ക്ലോസ് ആണിത്. 26.5.3.2 വരുന്ന ക്ലോസ് ആണ്. അതിൽ D എന്ന് പറഞ്ഞിട്ടുള്ള ക്ലോസ് ആണ് വരുന്നത്. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഡയമീറ്ററിനെ കുറിച്ച് പറയുന്നത് എന്താണ്, ഹെലിക്കലല്ല, ലാറ്ററൽ ടൈസ് C. ഈ ക്ലോസ് ശ്രദ്ധിക്കാം. ഈ ക്ലോസിൽ പറയുന്നത് ഡയമീറ്റർ ഓഫ് ദി പോളിഗണൽ ലിങ്ക്സ് ഓർ ലാറ്ററൽ ടൈസ് ഇറ്റ് ഷാൾ നോട്ട് ബി ലെസ് ദാൻ 1/4 ഓഫ് ദി ഡയമീറ്റർ. 1/4 ഓഫ് ദി ഡയമീറ്റർ ഓഫ് ദി ലാർജർ ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ ഇൻ നോ കേസ് ലെസ് ദാൻ 16 അല്ല 6 mm ആണ്. നോ കേസ് ലെസ് ദാൻ 6 mm. പിച്ചിനെ കുറിച്ച് പറയുന്നുണ്ട്. പിച്ച് എന്താ പറയുന്നത്, അത് നമ്മൾക്ക് ചെക്ക് ചെയ്യാനുള്ളതാണ്. പിച്ച് ഓഫ് ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് ദാറ്റ് ഈസ് ലാറ്ററൽ ടൈസ് ഷാൾ നോട്ട് മോർ ദാൻ ദി ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ഓഫ് ദി കംപ്രഷൻ മെമ്പർ 60 times the smallest diameter of the longitudinal reinforcement bar to be tied and 300 mm. ഇതിൽ ഏതാണ് ചെറു ആ വാല്യൂ ആണ് എന്ത് ചെയ്യുന്നുണ്ട്, വി ഹാവ് ടു സെലക്ട് ഇറ്റ് ആസ് പിച്ചായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലോട്ട് പോവാം. അപ്പോൾ
നമുക്ക് ഉപയോഗിക്കേണ്ടത് 6 mm ബാർസ് ആണെന്ന് മനസ്സിലായി, 5 mm അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. 6 mm ആണ് ആസ് പെർ IS 456. 6 mm ബാർസ് ആണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലായി. ഇനി സ്പേസിങ്ങിനെ കുറിച്ചാണ്. ദാറ്റ് ഈസ് പിച്ചാണ്. പിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറ്റ് ഷുഡ് ബി ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ്. ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ എത്ര വരുന്നത്? 400 mm ആണ്. 16 ടൈംസ് ദി ലാർജർ ഡയമീറ്റർ ഓഫ് 16 ടൈംസ് ദി ഡയമീറ്റർ ഓഫ് സ്മോളർ സൈസ് ഓഫ് ബാർ. 16 mm ആണ് നമ്മൾ ഏറ്റവും ചെറിയ ലോഞ്ചിറ്റ്യൂണൽ ബാർ ഉപയോഗിക്കുന്നത്. അപ്പോൾ 16 × 16 256. ദെൻ 48 ടൈംസ് ദി ഡയമീറ്റർ ഓഫ് ടൈസ്. 48 × 6 288 mm അല്ലെങ്കിൽ 300 mm. ഇതിൽ ഏതാണ് ചെറുത് ആ വാല്യൂ ആണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണ്? ഇറ്റ് ഈസ് 256 mm ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റൗണ്ട് ഫിഗർ ആയിട്ട് 250 mm ടൈസ് 6 mm ടൈസ് ഓഫ് 250 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിൽ നമ്മൾ പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. മോഡൽ പ്രോബ്ലം ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് പ്രോബ്ലമാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതലായിട്ട് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലം, അത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാ പ്രൊസീജിയറും ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് ആ സ്റ്റെപ്പ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതിൽ നമ്മൾ ജസ്റ്റ് ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് കാണാനുള്ള പ്രോബ്ലം മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ. ഇനി അതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ്. ഡീറ്റെയിലിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ആദ്യം 4 bars of 20 mm ഡയമീറ്റർ. അത് നമ്മൾ എവിടെ കൊടുക്കുന്നത്? 4 കോർണേഴ്സിൽ കൊടുക്കുന്നുണ്ട്. 4 bars of 20 mm ഡയമീറ്റർ 4 കോർണേഴ്സിൽ കൊടുത്തു. ഇനി ഇൻ ബിറ്റ്വീൻ ആയിട്ട് 4 bars of 16 mm ഡയമീറ്റർ കൊടുത്തു. ഇനി ലാറ്ററൽ ടൈസ് ഉപയോഗിക്കുന്നത് എന്താണ്? 6 mm ലാറ്ററൽ ടൈസ് അറ്റ് 250 mm സെൻറ്റർ ടു സെൻറ്റർ. ഇതാണെന്ത്? നമ്മൾ കോളത്തിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നത്. ഇനി 23.4 ഈ പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. അത് നിങ്ങൾ നോട്ട്ബുക്കിലൊന്ന് ചെയ്യുക. 23.4 അതുപോലെ തന്നെ 23.5 ഈ പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. 23.4 23.5 ഈ രണ്ട് പ്രോബ്ലംസ് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. നിങ്ങൾ ആ കോഡൽ പ്രൊവിഷൻസ് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇനി ചെയ്യുന്നുണ്ടാവുക ഏതാണ്? ഇറ്റ് വിൽ ബി അബൌട്ട് സ്പൈറൽ റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള കോളത്തിൻ്റെ ഡിസൈനാണ്. അപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് റിമൈൻഡ് ചെയ്ത് വെക്കുക. അപ്പോൾ വി ക്യാൻ സീ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.